അവരുടെ പാട്ടുകൾ ആദ്യം കണ്ടപ്പോൾ അത്ര മടുപ്പ് തോന്നിയില്ല. എന്നാൽ പാട്ടുകൾ പാടി തുടങ്ങിയപ്പോൾ പ്രത്യേക താളബോധവും ഒക്കെ സമയം പോയത് അറിയുന്നില്ല. വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ, മത്സരങ്ങളില്ലാതെ വളരെ ആത്മാർത്ഥമായി ഏകസ്വരത്തോടുകൂടെ പാടാൻ കഴിയുന്ന ഈ ഗായക സംഘത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്നെ പ്രത്യേകിച്ചും ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് പ്രിയപ്പെട്ട വിജയൻ സാറാണ്. ഇന്നലെ ഒരു യാത്രാമധ്യത്തിൽ ഒരു മരണത്തിന് പോയി യാത്രയിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കുകയാണ്. അദ്ദേഹവും ഞാനും തമ്മിൽ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് നേരം പ്രസംഗിക്കില്ല, അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളല്ല. ഞാനൊരു എഴുത്തുകാരനാണ്. 2 പുസ്തകങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അടുത്തൊരു 3ാമത്തെ പുസ്തകത്തിന്റെ പണിക്കൂടിയിലൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ദൈർഘ്യം കേട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദൈർഘ്യം പ്രസംഗിക്കാറില്ല. ചുരുക്കത്തിൽ നിങ്ങൾ ആരെയും ഞാൻ ഉറക്കാൻ അനുവദിക്കില്ല എന്നാണ്. നിങ്ങൾ ഉറങ്ങി വരുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അതാണ്. അങ്ങനെ വിജയ് സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് സമ്മതിച്ചു. ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ഫംഗ്ഷൻ ഞാൻ വരുന്നത്. നിങ്ങളെ കാണാനും നിങ്ങളൊപ്പമായിരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യകരമായ അവസരമായി ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ചും ഈ ഭവനം ഇതിനു വേണ്ടി ഉള്ള നല്ല ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഇപ്രകാരം ഒരു വാർഡ് കൺവെൻഷൻ ഭാവിയിലൊക്കെ നടത്താൻ വേണ്ടി ഒരു സ്റ്റേജൊക്കെ തന്നെ വീട് പണിതപ്പോൾ അവർ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക അനുമോദനങ്ങളൊക്കെ ഞാൻ അർപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ മാത്രമേ നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഫലമുളവാക്കുവാൻ കഴിയും. അല്ല എങ്കിൽ വിതയ്ക്കുന്ന വിത്തുകൾ പറവകൾ വന്ന് കൊത്തിയെടുത്തോട്ട് പോകും. അത് പാറമേൽ വീണ വിത്ത് പോലെയാണ്, ഉണങ്ങിപ്പോകും. അത് ഫലം നൽകുവാൻ കഴിയില്ല. ഇന്ന് വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ 30, 60, 100 മേനി ഫലമുളവാക്കാൻ കഴിയണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപകൃപവുന്നൻ ആശ്രയമായി, കൃപകൃപവുന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയർന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയർന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദ തണലാകും. ഇരുപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. ഇരുപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. കൃപകൃപവുന്നൻ ആശ്രയമായി, കൃപകൃപവുന്നൻ ആനന്ദമായി. വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപകൃപവുന്നൻ ആശ്രയമായി, കൃപകൃപവുന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും
കൃപമതിയെന്നാലും വന്നാലും ഉയർന്നാലും കൃപമതിയെന്നാലും. പരിശുദ്ധനായിരിക്കുന്ന സ്വർഗസ്ഥ നല്ല ദൈവമേ, അനുഗ്രഹമേറിയ രാത്രിയാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ ചിന്തിക്കുന്ന വചനത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബലഹീനനായ അടിയനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. കർത്താവെ, കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ 30, 60, 100 പേരെ ഫലമുളവാക്കുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമേ. ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ശക്തികളുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ കൃപ ധാരാളമായി പകരണമേ. പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ. ബലവാനെ ബലപ്പെടുത്തണമേ. ഈ വാർഡ് കൺവെൻഷൻ മുഖാന്തരമായ ഭവനത്തിനോർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതിനു മുന്നിൽ അധ്വാനിച്ചവരെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. പ്രിയ അച്ഛനെ അനുഗ്രഹിക്കണമേ. പ്രിയ ശുശ്രൂഷകരോർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. ഗായക സംഘത്തെ ആശീർവദിക്കണമേ. സഭാ സെക്രട്ടറി കമ്മിറ്റികൾ എല്ലാവരും ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഇരിക്കാം. കർത്താവ് നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ദൈവം സകല സൃഷ്ടികളോടും കരുണ കാണിക്കുന്നവനാണ്. നിലവിളി കേൾക്കുന്ന ദൈവം മാത്രമല്ല, കരുണ കാണിക്കുന്ന ഒരു ദൈവം കൂടിയാണ്. ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല. പട്ടണത്തിൽ പോയി വരികയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബസ് ഇറങ്ങി വളരെ ദൂരം നടന്നു വേണം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകാൻ. അതുകൊണ്ട് അദ്ദേഹം ഉച്ചവെയിൽ കൊണ്ട് കുറെ സാധനങ്ങളുമായി ഭവനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം നടക്കുന്ന വേളയിൽ ഇങ്ങനെ ചിന്തിച്ചു, എത്രയും വേഗം വീട്ടിലെത്തിയിട്ട് ഈ സാധനങ്ങളെല്ലാം എവിടെയെങ്കിലും ഇട്ടേച്ച് ഒന്ന് കിടക്കാം. കാരണം പ്രഭാതത്തിൽ പോയതാണ്. ഈ ഉച്ചവെയിൽ കൊണ്ട് വല്ലാതെ ക്ഷീണവും ദാഹമൊക്കെയായി അദ്ദേഹം ഭവനത്തിലേക്ക് വരികയാണ്. അദ്ദേഹം ഭവനത്തിൽ വന്നു സാധനങ്ങളൊക്കെ ഇട്ടേച്ച് കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഒരു ദയനീയമായ നിലവിളി കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ പറമ്പിൽ കെട്ടിയിരുന്ന പശു വെയിൽ കൊണ്ട് അത് ദാഹത്തിന് വേണ്ടി വെള്ളം ദാഹിച്ച് നിലവിളിക്കുകയാണ്. ഇദ്ദേഹം ഓടിപ്പോയി ആ പശുവിനെ ഒരു തണലുള്ള സ്ഥലത്ത് കെട്ടി അതിനുശേഷം അതിനു വേണ്ടത് ദാഹജലം കൊടുത്തു. അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു. ഭവനത്തിൽ പോയ ഉടനെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ പശുവിന്റെ നിലവിളി കേട്ടപ്പോൾ എനിക്ക് കിടക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മീയ ചിന്ത വന്നു. ഇങ്ങനെ ഒരു പശുവിന്റെ നിലവിളി കേട്ടപ്പോൾ ഞാൻ അതിനെ അഴിച്ച് മാറ്റി കെട്ടുകയും അതിന് വെള്ളം കൊടുക്കുകയും ചെയ്തുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളുടെ നിലവിളി കേൾക്കുമ്പോൾ അടുത്ത വരാതിരിക്കുമോ? വിശ്വാസികളുടെ നിലവിളി കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ നിലവിളി കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ വസ്ത്രത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഞാൻ നിലവിളിക്കുമ്പോൾ എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാറില്ല. എന്റെ കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ പണമില്ല എങ്കിൽ പോലും ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കും. സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ നിലവിളിക്കുമ്പോൾ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമമായി സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കില്ലേ? ഞാൻ രോഗിയായിരിക്കുമ്പോൾ, എന്റെ കുഞ്ഞുങ്ങൾ രോഗിയായിരിക്കുമ്പോൾ ഞാൻ രോഗസൗഖ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുവെങ്കിൽ, ഞാൻ രോഗിയായിരിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ എന്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകില്ലേ? അദ്ദേഹത്തിന് ആത്മീയ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ മുറകൊട്ടുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവം എക്കാലത്തും നമ്മുടെ പിതാവാണ്. എക്കാലത്തും നമ്മുടെ പിതാവാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ രക്ഷകൻ ജാതനായി. യേശുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കണം, അതാണ് യേശു ആഗ്രഹിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അവിടുത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആകാശം ഭൂമിയും ഇല്ലാതായാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാകുന്നില്ല. ആകാശം ഭൂമിയും ഒക്കെ കാലാന്തരത്തിൽ മാറ്റമുണ്ടായാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമുണ്ടാകും. എന്തുമാത്രം ഉറപ്പോടുകൂടിയാണ് ദൈവം നമുക്ക് വചനങ്ങളെ നൽകിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതും യാചിക്കുകയും ചെയ്യുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകും. നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ
ചോദിക്കുന്നതെല്ലാം തരുമെന്ന് തമ്പുരാനായി ദൈവം വഴിവരയിട്ട് പറഞ്ഞിരിക്കുമ്പോഴും ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തമ്പുരാനായ ദൈവം വളരെ വ്യക്തമായി പറയുകയാണ്. ആകാശം ഭൂമിയും മാറിയാലും മാറാത്ത വചനങ്ങൾ നമുക്ക് തന്നു. പക്ഷേ എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല? എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നിലവിളിച്ചിട്ടും ദൈവാനുഗ്രഹത്തിന്റെ മാധുര്യം രുചിച്ചറിയുവാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ഈ രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്. എത്ര തന്നെ നമ്മൾ നിലവിളിച്ചിട്ടും എത്രയൊക്കെ ദിനങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് പലപ്പോഴും നമുക്ക് അനുഗ്രഹത്തിന്റെ രുചി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറാതെ പോകുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകുന്ന ചോദ്യമാണ്, അല്ലേ? അങ്ങനെ ചോദിക്കാറില്ലേ? പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ ദൈവമേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഇത്രയൊക്കെ നിലവിളിയോടുകൂടെ ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു, എന്നിട്ടും എന്റെ പ്രാർത്ഥനകളൊന്നും പൂവണിഞ്ഞില്ല, എന്റെ പ്രാർത്ഥനകളൊന്നും നിറവേറിപ്പെട്ടില്ല, എന്റെ പ്രാർത്ഥനകളൊന്നും പൂർത്തീകരിക്കപ്പെട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നാറുണ്ട്. മണിപ്പൂരിൽ പള്ളികളൊക്കെ തകർന്നപ്പോൾ, വിശ്വാസികളെല്ലാം കൊല ചെയ്യപ്പെട്ടപ്പോൾ പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവം അവിടെ സാറാപ്പുകളെ അയച്ച് അവിടെ ദുഷ്ടന്മാരായ മനുഷ്യനെ കൊന്നില്ല എന്ന് ചോദിച്ചു. മണിപ്പൂരിൽ പള്ളികളെല്ലാം തകർക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ ശത്രുക്കളെ നിഷ്കരണം കൊന്നൊടുക്കിയില്ല എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു. യെരുശലേം ദേവാലയം നശിക്കപ്പെട്ടപ്പോഴും ഹിറ്റ്ലറുടെ ഭരണകാലത്ത് യഹൂദന്മാരെ എറിഞ്ഞു പിടിച്ച് കൊന്നൊടുക്കി. ദാരുണമായിട്ടാണ് കൊന്നത്, ചുമ്മാ കൊന്നുകയല്ല. അവരെ ഇങ്ങനെ പ്രത്യേക മിഷന്റെ അകത്തിട്ട് ഇങ്ങനെ അരച്ച് ഇങ്ങനെ ചമ്മന്തി പരുവമാക്കി കടലിലേക്ക് ഒഴുക്കി കളയുകയാണ്. ക്രൂരമായിട്ടാണ് കൊന്നു കളഞ്ഞത്. തലയൊക്കെ അറുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുക, ആ ശരീരത്തിൽ മുഴുവനും തുണികൾ കെട്ടിവെച്ചിട്ട് തീപ്പന്തമാക്കി ക്രൂരമായി കൊന്നൊടുക്കി. എന്തുകൊണ്ട് ദൈവം മിണ്ടാതിരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതങ്ങളിലും പലരുമൊക്കെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം കള്ളമാണോ എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ദൈവത്തിന്റെ വചനം കള്ളമാണോ? കള്ളമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേളകളിൽ ദൈവം മിണ്ടാതിരുന്നു എന്നൊരു വിപ്ലവാത്മകമായ ചോദ്യം നമ്മൾ ചോദിച്ചു പോകുമ്പോൾ ആ ചോദ്യത്തിന്റെ പിന്നിൽ ഒരു ഉത്തരമുണ്ട്. ഓരോ ചോദ്യങ്ങളുടെ പിന്നിലും ചരിത്രത്തിന്റെ പിന്നിലും നമ്മൾ അറിയാതെ ചാരം മൂടിക്കിടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും നമ്മൾ അറിയാത്ത ചില സംഭവങ്ങൾ ചാരം മൂടി നിശബ്ദമായി കിടക്കുന്നുണ്ട്. വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ പാപങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ പിതാക്കന്മാർ വിതയ്ക്കുന്നത് ആര് കൊയ്യും? മക്കൾ കൊയ്യും. പിതാക്കന്മാർ വിതയ്ക്കുന്നത് മക്കൾ കൊയ്യാറുണ്ട്. നിങ്ങളുടെ പാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ പാപവും പുണ്യമെല്ലാം മിഥ്യയാണ് എന്ന് പറയുന്നവരാണ് ഏറെ കൂടുതൽ. വചനം നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന നിസ്സാര തെറ്റുകൾ പോലും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും മുറിവേൽപ്പിക്കുന്നുണ്ട്. നിസ്സാരമായ തെറ്റുകൾ പോലും നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റുകളുടെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് മക്കളാണ്. മാതാപിതാക്കൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇത്രയും തെറ്റ് ചെയ്തിട്ട് ഇവരൊരു കുലുക്കവും സംഭവിച്ചില്ലല്ലോ എന്ന് നമ്മൾ പറയും. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഇവരൊന്നും സംഭവിച്ചില്ല. പക്ഷേ പലപ്പോഴും അതിന്റെ ഫലം അനുഭവിക്കുന്നത് വരും തലമുറകളാണ് എന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. പിതാക്കന്മാരുടെ തെറ്റുകൾ വരുന്ന തലമുറകൾ പലപ്പോഴും അനുഭവിക്കാം. മാതാപിതാക്കൾ ഉണ്ടാക്കിയ സമ്പത്ത് ആർക്കുള്ളതാണ്? മാതാപിതാക്കൾ ഉണ്ടാക്കിയ സമ്പത്ത് മക്കൾക്കുള്ളതാണ്. അപ്പന്റെ ചോര ആരുടെ രക്തത്തിലുണ്ട്? മക്കളുടെ രക്തത്തിലുണ്ട്. അപ്പന്റെ ജീന് മക്കളുടെ ശരീരത്തിലുണ്ട്. അപ്പന്റെ പേര് ആർക്കാണ് ലഭിക്കുക? അപ്പനൊരു ഈ ദേശത്തിലെ വലിയൊരു പ്രമാണിയായിരുന്നെങ്കിൽ മക്കൾക്ക് ആ പേരുണ്ടാവും. അപ്പന് കിട്ടിയ അവാർഡിന്റെ ഓഹരി മക്കൾക്കുണ്ട്. അപ്പന്റെ പേരിലാണ് പലപ്പോഴും മക്കൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൻ ചെയ്ത പാപത്തിന്റെ ഫലം ആർക്കാണ് കിട്ടുന്നത്? വഴിയെ പോകുന്ന ആൾക്കല്ല, മക്കൾക്കാണ്. അപ്പന്റെ ചോര മക്കൾക്കാണ്, അപ്പനുണ്ടാക്കിയ സമ്പത്ത് മക്കൾക്കാണ്. അങ്ങനെയാണെങ്കിൽ അപ്പന്റെ പാപം മക്കൾക്ക് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അതിന്റെ ഓഹരി മക്കൾക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൻ ഉണ്ടാക്കി വെച്ച എല്ലാ സ്വത്തുകളും അനുഭവിക്കേണ്ടത് മക്കൾ മാത്രമാണ്, നാട്ടുകാരല്ല. അപ്പൻ ഉണ്ടാക്കിയ ഏക്കർ കണക്കിന് വസ്തുക്കൾ വീതം വയ്ക്കുമ്പോൾ ലഭിക്കുന്നത് മക്കൾക്കാണ്. അപ്പൻ ഉണ്ടാക്കിയ എല്ലാത്തിന്റെയും ഫലം അനുഭവിക്കുന്നത് മക്കളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബാബിലോണിൽ അടിമകളായി കൊണ്ടുപോകപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ക്രൂരമായി ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയി. പട്ടിണി മൂലം അമ്മമാർ സ്വന്തം മക്കളെ പാചകം ചെയ്ത് തിന്നേണ്ടി വന്നു. ബൈബിളിൽ പറയുന്ന കാര്യമാണ്. പട്ടിണി മൂലം അമ്മമാർ സ്വന്തം മക്കളെ പാചകം ചെയ്ത് തിന്നേണ്ടി വന്നു. വിലാപം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ, ഈ വേദനകളിലൂടെ കടന്നുപോയപ്പോഴും അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തില്ല. സ്വന്തം മക്കളെ ഒരു അമ്മ പാചകം ചെയ്ത് കഴിക്കേണ്ടി വരുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കുക. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളോടെ കടന്നുപോയപ്പോൾ അവർ ദൈവത്തെ പഴിച്ചില്ല. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ അവരുടെ അകൃത്യം വഹിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, പക്ഷെ അവർ മരിച്ചുപോയി. പക്ഷെ അവരുടെ അകൃത്യങ്ങളാണ്, അവരുടെ പാപത്തിന്റെ ഫലങ്ങളാണ് ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത്. ഇതാണ്, അവർ ദൈവത്തെ പഴിച്ചില്ല, പകരം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു മരിച്ചുപോയി, അവരുടെ അകൃത്യങ്ങളാണ് ഞങ്ങളിപ്പോ അനുഭവിക്കുന്നത്. പല കുടുംബങ്ങളിലും കാരണമറിയാതെ ദുരന്തങ്ങൾ വരുന്നു. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഈ ദുരന്തം വന്നു എന്ന് നമുക്ക് ഒരു പിടിയും കിട്ടാറില്ല. കാരണമറിയാതെ പല ദുരന്തങ്ങളും നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടാറില്ല. സാമ്പത്തിക തകർച്ചകൾ, പെട്ടെന്ന് സാമ്പത്തിക തകർച്ചകൾ കടന്നു വരും, പെട്ടെന്ന് രോഗങ്ങൾ കടന്നു വരും. ചിലർ ചോദിക്കാം, കർത്താവ് കാൽവരിയിൽ എല്ലാത്തിനും പരിഹാരം ചെയ്തില്ലേ? എല്ലാത്തിനും പരിഹാരം ചെയ്തില്ലേ? ഇനിയും നമ്മൾ എന്തിനാണ് പരിഹാരം ചെയ്യുന്നത്? നമ്മൾ പ്രായശ്ചിത്തം മാത്രം മതിയോ? നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, പ്രായശ്ചിത്തവും ചെയ്യണം. നമ്മൾ ഒരു സാധനം ഒരുവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു, പാപം ഏറ്റുപറഞ്ഞാൽ പോരാ, ആ അർഹിക്കപ്പെട്ട സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മോചനം ഉണ്ടാകുന്നത്. ആ സാധനം കൈവച്ച് ഇരിക്കുകൊണ്ട് നമ്മൾ മോചനം ലഭിക്കില്ല. ആ സാധനം തിരികെ കൊടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ മോചനം ലഭിക്കുന്നത്. പാപം എങ്ങനെയാണ് കുടുംബങ്ങളെ വേട്ടയാടുന്നത്? എങ്ങനെയാണ് പാപം കുടുംബങ്ങളെ വേട്ടയാടുന്നത്? ഒരിക്കൽ ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികളും കാലുകൾ തളർന്നുപോയി. കാലുകൾ തളർന്നുപോയ കുഞ്ഞുങ്ങളാണ് ആ ഭവനത്തിൽ ലഭിച്ചത്. പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചികിത്സകളൊക്കെ നിർവഹിച്ചു. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കാലുകൾ തളർന്നുപോയ കുഞ്ഞുങ്ങളാണ് ആ ഭവനത്തിൽ ലഭിച്ചത്. അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പഴയ ഒരു ഓർമ്മ തിരിച്ചു വന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നല്ല പ്രായത്തിൽ അദ്ദേഹം തന്റെ താല്പര്യത്തിന് വഴങ്ങാത്ത ഒരു സ്ത്രീയെ കാലുകൊണ്ട് ചവിട്ടിക്കൊല്ലുവാൻ ഇടയായി. തന്റെ ഹിതത്തിനും തന്റെ താല്പര്യത്തിന് വഴങ്ങാത്ത ഒരു സ്ത്രീയെ അദ്ദേഹം കാലുകൊണ്ട് ചവിട്ടി കൊന്നു. ആരും അറിഞ്ഞില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ പാപം അയാളെ വേട്ടയാടുകയാണ്. അയാളുടെ കുടുംബജീവിതത്തിൽ ലഭിച്ച 2 കുഞ്ഞുങ്ങളും കാൽ സ്വാധീനമില്ലാത്ത കുഞ്ഞുങ്ങളായി തീർന്നു. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ വേട്ടയാടുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. ഒരിക്കൽ മകനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിതാവിന്റെ ശബ്ദം ഇടറിപ്പോയി. ഏക മകനാണ് അദ്ദേഹം. ഉത്തരേന്ത്യയിൽ ഒരു വലിയ കമ്പനിയിലെ മാനേജറായി ജോലി ചെയ്യുകയാണ്. സുന്ദരനായ മിടുക്കനായ പയ്യനാണ്, ഏക മകനാണ്. അങ്ങനെ ആ മകന് വേണ്ടി വിവാഹാലോചന എല്ലാം പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വാർത്ത അറിഞ്ഞു. അദ്ദേഹം ആ കമ്പനിയുടെ ആ ഫാക്ടറിയിൽ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ഇദ്ദേഹം വെന്തു മരിച്ചു. അപ്പോൾ വല്ലാതെ തളർന്നുപോയി. ഒരുപാട് സമ്പന്നനായ മനുഷ്യനാണ്. പക്ഷേ ഈ സമ്പത്തെല്ലാം ഇനി അവകാശികളില്ല. ഏക മകൻ പെട്ടെന്നുണ്ടായ സ്ഫോടനത്തിൽ കരിഞ്ഞ് ചാമ്പലായി പോയി. അദ്ദേഹം വല്ലാതെ തളർന്നുപോയി. പക്ഷേ അയാൾ ഇങ്ങനെ വേദനയിലൂടെ ഭാരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്നൊരു പഴയകാല ചിത്രം ഓർമ്മ വന്നു. പഴയകാല ചിത്രം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമങ്ങൾ വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ കുടികിടപ്പുകാരുണ്ടായിരുന്നു. ഈ നിയമം വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ എല്ലാവരും ഒന്നൊന്നായി അവിടെ നിന്ന് അടിച്ചിറക്കി. അല്ലെങ്കിൽ അവർക്കൊക്കെ ഭൂമി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരെയും അവിടെ കൂരയൊക്കെ പൊളിച്ച് നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ മാത്രം തന്റെ കൂര വിട്ടു പോകാൻ തയ്യാറായില്ല. രാത്രിയിൽ ഈ കൂര ഇയാൾ കത്തിക്കുകയാണ്. രാത്രി കൂരയെ കത്തിക്കുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ആ കൂരയ്ക്കകത്ത് കിടന്നുറങ്ങുകയാണ്. ആരും അറിഞ്ഞില്ല. പക്ഷെ തീ വല്ലാണ്ട് ആളിക്കത്തി ആ കൂരകളെല്ലാം ചാമ്പലായി തീർന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ അകത്ത്
ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്. അവിടെ രാഷ്ട്രീയ ഇടപാടുകളും ഒക്കെ ഉണ്ടായി. അത് യാദൃച്ഛികമായി അടുപ്പിൽ നിന്നും തീ പറ്റി മരണമാണ് എന്ന് ഒക്കെ എഴുതി തയ്യാറാക്കി ആ സംഭവം തേച്ചു മാഞ്ഞുപോയി. എന്നാൽ ദൈവത്തിന്റെ കോടതിയിൽ ആ സംഭവം അങ്ങനെ തന്നെ കിടന്നു. അദ്ദേഹത്തിന്റെ മകൻ അതുപോലെ തന്നെ തീ കൊണ്ട് തന്നെ തമ്പുരാനായി ദൈവം ഉത്തരം നൽകുകയാണ്. ഒരു ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വെന്ത് അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെടുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ വേട്ടയാടുമെന്ന് നമ്മളെപ്പോഴും വസ്തുത ജീവിതത്തിൽ ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയെന്ന് ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ അത് തിരുത്താൻ നമുക്ക് തയ്യാറാകണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ വല്ലാതെ ദുരന്തങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുവെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. രക്ഷാപദ്ധതിക്ക് വേണ്ടി തമ്പുരാനായ ദൈവത്തോട് യാചിക്കണം. ദൈവമേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല പ്രായശ്ചിത്തം ചെയ്ത് ഒരു മോചനത്തിന് വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക താല്പര്യവും വിശ്വാസവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മറ്റൊരു സംഭവം, രണ്ട് മക്കൾക്ക് ചെവി കേട്ടുകൂടാ. വളരെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളാണ് ദൈവം നൽകിയത്, പക്ഷേ ചെവി കേട്ടുകൂടാ. ആംഗ്യ ഭാഷയിലുമാണ് കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ടത്. അദ്ദേഹം ഒരുപാട് ചികിത്സകൾ നടത്തി. കുഞ്ഞുങ്ങൾക്ക് ചെവി കേൾക്കാൻ പാടില്ല. ഒരിക്കൽ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തിൽ ആ ദേശത്തിലെ ചട്ടമ്പിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ശബ്ദമുയർത്തി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് അങ്ങനെ ശബ്ദമുയർത്തുന്ന ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ഹോബി. ആരെങ്കിലും അയാൾക്കെതിരെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുന്നതാണ് ഇയാളുടെ രീതി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ലഭിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്കും ചെവി കേൾക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളായി തീരുക. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ വേട്ടയാടുമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ധാരാളം കന്നുകാലികളുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോ അദ്ദേഹത്തിന്റെ കന്നുകാലി തൊഴുത്തിൽ ഒരു പശുക്കളും വാഴാറില്ല. എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് അതെല്ലാം ചത്ത് പോവുകയാണ്. പലരും പറഞ്ഞു നിങ്ങളുടെ ഈ തൊഴുത്ത് വച്ചത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെ പുതുക്കി പണിയണം, വേറെ ദിശയിലേക്ക് വെക്കണം. അങ്ങനെ അതിനെയൊക്കെ പൊളിച്ച് വേറെ ദിശയിലേക്ക് വെച്ചെന്നിട്ടും അദ്ദേഹത്തിന്റെ തൊഴുത്തിൽ പശുക്കൾ വാഴുന്നില്ല. പല കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കി, എന്നിട്ടും പശുക്കൾക്ക് ഒരു രക്ഷയുമില്ല. ഏതെങ്കിലും ഒക്കെ രോഗങ്ങളോ എന്തെങ്കിലും വന്നോ ആ പശുക്കളെല്ലാം ചത്തുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവാത്മാവ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അരികിൽ ഒരു സാധുവായ മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏക വരുമാനം എന്ന് പറയുന്നത് ഈ പശു വളർത്തി അതിന്റെ പാല് വിറ്റ് കിട്ടുന്ന ഉപജീവനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും ഫീസും ഒക്കെ നൽകി വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്നത്. എങ്ങനെയോ അദ്ദേഹത്തിന്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശു അഴിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് വരികയാണ്. പഴയ കാലഘട്ടത്തിൽ മതിലുകളൊന്നുമില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ പറമ്പിൽ കുഞ്ഞു വാഴകളെല്ലാം ഈ പശു ആർത്തിയോടെ തിന്നുകയാണ്. പക്ഷേ ഇയാൾക്ക് ദേഷ്യം വരികയാണ്. ആ പശു വന്ന് ഇദ്ദേഹത്തിന്റെ പറമ്പിലെ വാഴകളെല്ലാം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു തൂമ്പയെടുത്ത് ആ പശുവിനെ ആഞ്ഞടിക്കുകയാണ്. ആ പശു ഗർഭിണിയായ പശുവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പശുവിന്റെ വയറ്റിലേക്ക് തൂമ്പ കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ പശുവോട് വീണ് മരണപ്പെടുവാനിടയായി. എന്നാൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഓർമ്മ ഒന്ന് വല്ലാണ്ട് നിരാശ തോന്നി. ഈ മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യന് ഒരു പശു വാങ്ങിക്കൊടുത്തു. പശു വാങ്ങിക്കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടിരുന്ന ആ ബുദ്ധിമുട്ട് മാറുവാനിടയായി. നമ്മുടെ ജീവിതങ്ങളിലെ ചില പ്രയാസങ്ങൾക്ക് പരിഹാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. പ്രായശ്ചിത്തം നമ്മൾ നടത്തി കഴിയുമ്പോൾ അവിടെ അനുഗ്രഹമായി കടന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പിന്നിലും ഇത്തരം സംഭവങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, അതിന് പ്രായശ്ചിത്തവും നൽകണം. പീലാത്തോസിന്റെ അരമനയിൽ ജനം ആർത്ത് വിളിച്ചു. എന്താണ് ആർത്ത് വിളിച്ചത്? അവൻ ക്രൂശിക്ക, യേശുവ് നീതിമാനാണ് എന്ന് അറിഞ്ഞിട്ടും അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യം വന്നിട്ടും ജനങ്ങൾ വിളിച്ചു പറയുകയാണ്, അവന് ക്രൂശിക്ക. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. ആ രക്തം ഞങ്ങളുടെ മേൽ മാത്രമല്ല ഞങ്ങളുടെ തലമുറകളിലേക്കും വരട്ടെ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും തലമുറകളിലേക്കും വരട്ടെ. മത്തായി 27-ാം അധ്യായം 25-ാം വാക്യത്തിൽ ജനങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളിലേക്കും വരട്ടെ. ലോകത്തിൽ നാനാഭാഗത്തും ചെറിപ്പോകുന്ന ഒരു ജനമായി ഇസ്രായേൽ ജനം മാറുകയാണ്. യെരുശലേം ദേവാലയം നശിക്കപ്പെടുകയാണ്. ജനങ്ങൾ ചിതറി ഓടുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തായി ജീവനം കൊണ്ട് ഇസ്രായേൽ ജനം ഓടിപ്പോവുകയാണ്. കാരണം എന്താണ്? അവർ വിളിച്ചു പറഞ്ഞ എന്താണ്? ആ നീതിമാന്റെ രക്തം ഞങ്ങളുടെ മേൽ മാത്രമല്ല ഞങ്ങളുടെ തലമുറകളുടെ മേൽ വരട്ടെ.
യെരുശലേം ദേവാലയം തകരപ്പെടുകയാണ്, ശത്രുക്കൾ കൊള്ളയിടുകയാണ്, തീവെക്കുകയാണ്, അതിനെ ചിതറിക്കുകയാണ്, ജനങ്ങൾ ഓടിപ്പോവുകയാണ് പല രാജ്യത്തേക്കും. പോയെടുത്തൊന്നും സമാധാനം കിട്ടിയില്ല. ഏതൊക്കെ രാജ്യങ്ങളിൽ ഇസ്രായേൽ ജനം ഓടിപ്പോയോ അവിടെയൊന്നും സമാധാനം കിട്ടിയില്ല. അവിടെയൊക്കെ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. യഹൂദന്മാരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ അവർക്ക് സ്വസ്ഥതയല്ല ലഭിച്ചത്. അവിടെയൊക്കെ പീഡനത്തിന് ഇരയായി തീർന്ന ഒരു വർഗമായി തീർന്നു. കാരണം എന്താണ് അവർ പറഞ്ഞത്? ആ നീതിമാന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളെ വരട്ടെ. അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? അതിന്റെ സംഭവം ഇതാണ്. ഇവിടെ ജനം വിളിച്ചു പറയാണ്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളിലേക്ക് വരട്ടെ. അങ്ങനെ അവർ പോയ എല്ലായിടത്തും അവർക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ കടന്നു വന്നപ്പോൾ, സന്താനങ്ങളുടെ മേൽ കടന്നു വന്നപ്പോൾ അവിടെ സന്താനങ്ങൾ പോലും വേദനകളിലൂടെ കടന്നു പോകുവാൻ ഇടയായി. 1947 ലോകത്തിലെ യഹൂദ പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി. അവർ പ്രഖ്യാപിച്ചു, യേശുവിനെ വധിക്കുന്നതിന് വേണ്ടി അന്നത്തെ സന്നിധി സംഘം നടത്തിയ വിചാരണകളും അനീതിപരമായിരുന്നു. യേശുവിനെ ക്രൂശിക്കാൻ പാടില്ലായിരുന്നു. അന്ന് ചെയ്തത് തെറ്റായി പോയി. യേശുവിനെ ക്രൂശിച്ചു കൊന്നത് തെറ്റായി പോയി എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നത് തെറ്റായി പോയി എന്ന് അവർ പറയുവാനിടയായി. അന്ന് ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങളെ, ജനത്തെ വല്ലാതെ ദുർബലപ്പെടുത്തി. ഞങ്ങൾ അതിന്റെ ഫലം ഇന്ന് അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റിന്റെ ഫലം ഇനി ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റിന്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങൾ ആ തെറ്റ് ഇനി തിരിച്ചറിയുന്നു. 19ാം നൂറ്റാണ്ടിൽ 1948 വീണ്ടും ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കുകയാണ്. അവിടെ പാവങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ വീണ്ടും മടങ്ങി വന്നു. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുവാൻ വേണ്ടി ചിതറിപ്പോയ ജനം തിരിച്ചു വന്നു. 1948 അവർ തിരിച്ചു വന്നു. 1900 വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങി വരികയാണ്. അത്രയും കാലഘട്ടം അവർ പീഡനങ്ങളിലൂടെ, 1900 വർഷങ്ങളോളം പീഡനങ്ങളിലൂടെ കടന്നുപോയ ജനം 1948 തിരിച്ചു വരികയാണ്. തങ്ങളുടെ രാജ്യം രൂപീകരിക്കാൻ വേണ്ടി, ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കാൻ വേണ്ടി അവർ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ തകർച്ചകളുടെ, വേദനകളോടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ മോചനം ലഭിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് നമ്മൾ ബോധ്യപ്പെടുവാനിടയാകണം. അത് ബോധ്യപ്പെടുമ്പോൾ പ്രായശ്ചിത്തം ചെയ്യുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബുദ്ധി ഗ്രഹിക്കാൻ സാധിക്കാത്ത സ്വർഗീയ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ സ്വർഗീയ നിയമങ്ങൾ കൊണ്ടാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴികൾ എപ്പോഴും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമാണ്. ദൈവത്തിന്റെ വഴികൾ ബുദ്ധി കൊണ്ട് മാത്രം കണക്കാക്കാൻ പറ്റുന്നതല്ല, ബുദ്ധിക്കും യുക്തിക്കും അതീതമാണ്. അതിനാൽ നമ്മൾക്ക് വന്നുപോയ പാപങ്ങളെല്ലാം ദൈവത്തോട് കണ്ണുനീരൊഴുകുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവമാണ്. ഇന്ന് കരയാനും കരയുന്ന മുഖമായി മറ്റുള്ളവരെ കാണുവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കരച്ചിൽ വളരെ ദുർബലരുടെ ഭാവമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ കരയുന്നവരെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ വിലപിച്ച് കരയുമ്പോൾ ലോകം നിങ്ങളെ ഭോഷത്വമെന്ന് എണ്ണിയാലും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളുടെ കരച്ചിൽ ദൈവം മാനിക്കുന്നുണ്ട്. ദൈവത്തിന് വലിയ ഇഷ്ടമാണ് നിങ്ങൾ കരയുന്നത്. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിലവിളിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ തമ്പുരാനായ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകും. അത് കേട്ടിട്ട് അവൻ മിണ്ടാതെ പോകുന്ന ദൈവമല്ല. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയാൻ, ദുഃഖിക്കുന്ന ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആരൊക്കെ ദുഃഖിച്ച് വിലപിക്കുന്നു അവർക്കൊക്കെ തമ്പുരാനായ ദൈവം ആശ്വാസം നൽകുന്നു. യോഹന്നാൻ 10-20 വാക്യത്തിൽ, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങൾ നിലവിളിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നെടുവേർപ്പെടുമ്പോൾ അത് സന്തോഷമാക്കി മാറ്റി തരുന്ന ഒരു ദൈവം. വേദനകളെ ഞെക്കി പിഴിഞ്ഞ് മധുരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വേദനകളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കുമ്പോൾ അത് രൂപാന്തരമായി മാറും. നമ്മുടെ കയ്പ് കാസ യേശു തട്ടിമാറ്റിയില്ല. നമ്മുടെ ജീവിതത്തിലെ വേദനകളെ ഒക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, ക്രൂശിന്റെ മുൻപിൽ ഞങ്ങൾ അർപ്പിക്കുമ്പോൾ തമ്പുരാനായ ദൈവം അനുഗ്രഹമാക്കി അവൻ മടക്കി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വേദപുസ്തകത്തിൽ, യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നു, അവിടെ യെഹെസ്കേൽ ദർശനത്തിലൂടെ കർത്താവ് മ്ലേച്ഛതകളെ കാണുകയും
ആ മ്ലേച്ഛതകളെ നശിപ്പിക്കുവാൻ വേണ്ടി 6 സംഹാര ദൂതന്മാരെ അയക്കുകയാണ്. 6 സംഹാര ദൂതന്മാരെ അയക്കുമ്പോൾ ഒരു ദൂതനെ വിളിച്ചത് പറയുന്നത് ഇങ്ങനെയാണ്: ദേശത്തോട് പോണം. ആ ദേശത്ത് ആരെങ്കിലും കരഞ്ഞ് വിലപിക്കുന്നുവെങ്കിൽ നീ പോയി അവിടെ ഒരു അടയാളം ഇടണം. ആ ദേശത്തിന്റെ മ്ലേച്ഛതകളെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത് ആരെങ്കിലും അവിടെ കരയുന്നുവെങ്കിൽ, നിലവിളിക്കുന്നുവെങ്കിൽ അവിടെ പോയി നീ ഒരു അടയാളം ഇടണം. മറ്റു ദൂതന്മാരോട് പറയാണ്, പിന്നാലെ പോയി വെട്ടണം, ഒരു ദാക്ഷിണ്യം കാണിക്കരുത്, എല്ലാവരെയും കൊണ്ടുകൊടുക്കണം. പക്ഷെ ഈ അടയാളം ഇട്ട ആൾക്കാരെ മാത്രം ഒഴിവാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലവിളിക്കുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഓർത്ത് നെടുവേർപ്പെടുന്നുവെങ്കിൽ അവൻ രക്ഷ നമുക്ക് നൽകും. അങ്ങനെ നെടുവേർപ്പെട്ടവരെ അടയാളം ഇട്ട് രക്ഷിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനം 17:8-9 വാക്യങ്ങളിൽ ദൈവിക സംരക്ഷണത്തിന്റെ കരുതലിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആരൊക്കെ ദൈവത്തിന്റെ മകനായി തീരുന്നു, ആരൊക്കെ ദൈവത്തിലുള്ള അവരൊക്കെ ദൈവം സംരക്ഷിക്കുന്നത് ചിറകിൻ കീഴിലാണ്. ചിറകിൻ കീഴിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ കീഴിൽ അടയ്ക്കുന്നത് പോലെ പൈശാചികൻ റാഞ്ചാൻ വേണ്ടി വരുമ്പോൾ, രോഗങ്ങൾ നിന്നെ തകർക്കാൻ വേണ്ടി വരുമ്പോൾ, കടഭാരങ്ങൾ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വരുമ്പോൾ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ അടയ്ക്കുന്നത് പോലെ ദൈവം ഇതുപോലെ അടയ്ക്കും. വീണ്ടും പറയുന്നത്, നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കും. കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കും. കണ്ണിൽ ഒരു പൊടി വീഴുമ്പോഴും കൺപോളകൾ അപ്പൊ തന്നെ അടച്ച് ആ പൊടിയെ തൂത്തുവാരി കളയും. ഒരു ജീവിതത്തിൽ ഏതെങ്കിലും തിന്മകൾ പൈശാചികന് മുതലുവാൻ വേണ്ടി ആഗ്രഹിച്ച് കടന്നു വന്നാൽ ആ നിമിഷം തന്നെ അതിനെ തൂത്തുവാരി കളയുന്ന കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന ഒരു ദൈവം. എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. അങ്ങനെ പരിപാലനവും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കണം. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണം എനിക്ക് വെളിപ്പെടുത്തി തരണം. ഞാൻ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചു, പക്ഷെ എനിക്ക് മുന്നേറാൻ പറ്റുന്നില്ല. തമ്പുരാനായ ദൈവമേ, ഈ രാത്രി പരിശുദ്ധാത്മാവെ എനിക്ക് വെളിപ്പെടുത്തി തരണം. എന്റെ പൂർവ്വപിതാക്കന്മാർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിൽ നിന്നൊരു മോചനം എനിക്ക് വേണം. അതിനെനിക്ക് വ്യക്തമാക്കി നൽകണം. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ യേശു ആശ്ചര്യപ്പെട്ടു എന്ന് 9 തവണ പറയുന്ന ഒരു സംഭവമുണ്ട്. 8 തവണയും ജനങ്ങൾ, ശിഷ്യന്മാരും ശതാധിപന്മാരെ കുറിച്ചാണ് 8 പ്രാവശ്യം പറയുന്നത്. അവിടെ മറ്റൊരു ഭാഗത്ത് ശതാധിപന്റെ പ്രാർത്ഥന, ശതാധിപന്റെ അഭ്യർത്ഥന കേട്ട് യേശു ആശ്ചര്യപ്പെടുകയാണ്. ശതാധിപൻ ആവശ്യപ്പെട്ടത് തനിക്ക് വേണ്ടിയില്ല, തന്റെ ഭൃത്യന് വേണ്ടി വിനയത്തോടെ വന്ന് യേശുവിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ശതാധിപനെ കണ്ടിട്ടാണ് യേശു ആശ്ചര്യപ്പെട്ടു പോയത്. അവന് വേണ്ടിയല്ല, അവൻ മറ്റൊരുവിന് വേണ്ടിയാണ്. അവന്റെ കുഞ്ഞിന് വേണ്ടിയല്ല, അവന് മറ്റൊരുവിന് വേണ്ടി വിനയത്തോടെ യേശുവിന് മുമ്പിൽ വന്നപ്പോൾ യേശുവിന് വല്ലാതെ ബോധിച്ചു. അവൻ യേശുവായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ശതാധിപന്റെ വിശ്വാസത്തെ മാനിച്ചുവെങ്കിൽ ഈ രാത്രി നമ്മുടെ വിശ്വാസങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ വരുമ്പോൾ പ്രവാചകൻ ഹിസ്കിയാവിനെ കുറിച്ച് പറയുകയാണ്. ഹിസ്കിയ രാജാവിനെ കുറിച്ച് പറയുകയാണ്. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വന്ന് പറയുകയാണ്, ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകും. അശൂർ സൈന്യം വന്ന് രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. കാരണം രാജാവ് രോഗിയാണ്, യുദ്ധം ചെയ്യാൻ പ്രാപ്തിയില്ല. ഈ നിമിഷം ഈ രാജ്യത്തെ പിടിച്ചടക്കാൻ പറ്റിയ സമയമാണ് എന്ന് കരുതി അശൂർ സൈന്യം പടപ്പുറപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകൻ വന്ന് പറയാണ്, ഗ്രഹകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകുക. വല്ലാതെ തകർന്നു പോയപ്പോൾ എന്ത് ചെയ്തു? രാജാവ് തന്റെ മുഖം ചെവിനോട് ചേർത്ത് പ്രാർത്ഥിക്കുക. ആരും അറിയാതെ തിരിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇന്നയോളം എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ചെയ്തത്. എന്റെ മുൻപും പിൻപുമൊക്കെ രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നീ പറഞ്ഞതാണ് ഞാൻ അനുസരിച്ചത്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും വന്നുപോയെങ്കിൽ ക്ഷമിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാനായ ദൈവത്തിന് ആ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ പ്രാർത്ഥന കേട്ടിട്ട് മിണ്ടാതെ പോകാൻ കഴിഞ്ഞില്ല. മടങ്ങിപ്പോയ പ്രവാചകൻ വന്ന് പറയുകയാണ്, എന്റെ ആയുസ് നീട്ടിയിരിക്കുകയാണ്. 1-2 15 സംവത്സരം നീ ആരോഗ്യത്തോടുകൂടെ നീ രാജാവായി ഈ രാജ്യത്തുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്, പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമാണ്, പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്ന ദൈവമല്ല. പക്ഷെ പലപ്പോഴും പൂർവ്വപിതാക്കന്മാർ ചെയ്തു പോയ ചില വൃത്തങ്ങൾ, ചില പാപങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളെ കൊള്ളാതെ മറക്കുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. സങ്കീർത്തനം 145 18-19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു.
തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു നൽകുന്ന ദൈവമാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു നൽകുന്ന ദൈവമാണ്. നിലവിളി കേട്ട് രക്ഷിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, 1983 കോഴിക്കോട്ടിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ഒരുപാട് ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു അമ്മ മുറ്റത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായ കാഴ്ചയാണ്. ഒരു വലിയ കല്ല് ഉരുണ്ടു വരികയാണ്. ഒരു വലിയ കല്ല് ചുറ്റുമുള്ള എല്ലാ മരങ്ങളെയും തകർത്തുകൊണ്ട് തന്റെ ഭവനത്തിന് നേരെ വരികയാണ്. അല്ലാതെ തകർന്നുപോയി. ഈ അമ്മ അവിടെ നിന്നും ദൈവമേ എന്നൊരു നിലവിളി അങ്ങ് വിളിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ കല്ല് ഉരുണ്ട് തന്റെ ഭവനം ഇങ്ങനെ അരച്ചുകൊണ്ട് പോകും. മുകളിലോട്ട് നോക്കി ദൈവമേ എന്നൊരു വിളി വിളിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, മരങ്ങളെ തട്ടിച്ചു വന്ന ഈ വലിയ ഉരുണ്ട കല്ല് ഏതോ ഒരു ചെറിയ വൃക്ഷത്തിന്റെ മൂട്ടിൽ തട്ടി അവിടെ ഉറച്ചു നിൽക്കുകയാണ്. ചുറ്റുപാടും രണ്ട് സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര അതിശയം തോന്നി. പ്രിയപ്പെട്ടവരെ, കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ നിലവിളി കേട്ട് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് അവരുടെ നിലവിളി കേട്ടു. ദൈവമേ എന്നുള്ള നിലവിളി കേട്ടു. അനേകം വൻമരങ്ങളെ തട്ടി വന്ന ഈ കല്ലിനെ ഒരു കൊച്ച് മലശിഖത്തിൽ തട്ടി നിർത്താൻ തമ്പുരാൻ സാധിച്ചു. അതിനെ ഉറപ്പിച്ചു നിർത്തുവാൻ സാധിച്ചു. അതിലേക്ക് വന്ന ഈ വെള്ളം രണ്ട് കൈ വഴിയായി ഒഴുക്കിവിടുവാൻ ദൈവത്തിന് സാധിച്ചു. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് എന്റെ അടുക്കലെത്തി. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കലെത്തി, എന്റെ ചെവിയിലെത്തി. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഹാഗർ തന്റെ കുഞ്ഞുമായി മരുഭൂമിയിൽ അലഞ്ഞു പോവുകയാണ്. സഹായിക്കാൻ ആരുമില്ല. കയ്യിലുള്ള ഭക്ഷണം തീർന്നു, വെള്ളം തീർന്നു. ഇനി മരണമല്ലാതെ ഈ മരുഭൂമിയിൽ ഒന്നുമില്ല. കുഞ്ഞിന്റെ മരണം കാണാൻ പ്രാപ്തിയില്ല. ഈ അമ്മയ്ക്ക് പ്രാപ്തിയില്ല, ചങ്കൂറ്റമില്ല. കുഞ്ഞിനെ ഒരു നിഴലിൽ കിടത്തിയിട്ട് തിരിഞ്ഞു നടക്കുകയാണ്. കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. പക്ഷെ ഹാഗറിന്റെ നിലവിളി, കുഞ്ഞിന്റെ കരച്ചിൽ തമ്പുരാനായ ദൈവം കേട്ടു. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ഹാഗറിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയും ഓടി വരികയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ഒരു കർഷകൻ തന്റെ പശുവിന്റെ നിലവിളി കേട്ടപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഭവനത്തിൽ വന്ന അയാൾ വിശ്രമിക്കാതെ പശുവിന്റെ അരിയിലേക്ക് പോയി ആ പശുവിനെ അഴിച്ചു കെട്ടിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ നിലവിളി കേൾക്കുമ്പോൾ നമ്മുടെ അരിയിലേക്ക് ഓടി വരുന്ന ഒരു ദൈവമാണ്. ഈ രാത്രി ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വിനയപ്പെടുത്താം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നമ്മൾ കേട്ട ദൈവവചനത്തെ ഓർത്ത് ദൈവകരങ്ങൾ നമുക്കൊന്ന് വിനയപ്പെടാം. എന്റെ പാപത്തിന്റെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തു പോയ പാപങ്ങൾ നമ്മളെ തകർക്കാതിരിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്, നമ്മുടെ നിലവിളി ദൈവം കേൾക്കേണ്ടതിന് ഈ രാത്രി നമുക്കൊന്ന് വിനയപ്പെടാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, നടത്തിയിടും കൃപയാൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, നടത്തിയിടും കൃപയാൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ.
അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനൊന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തി നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായി തലമുറകളായി ഞങ്ങൾ അനുഗ്രഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ഥ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമാകുന്ന രാത്രി യാമത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ, ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ, യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടരുതേ യേശുവേ. ഞങ്ങളുടെ പാപങ്ങളെ ഒന്നും കണക്കിടരുതേ. ഞങ്ങളുടെ പാപങ്ങൾ ഹിമം പോലെ വെണ്മയാക്കി തീർക്കണമേ. എത്ര തന്നെ ചുവപ്പ് ഉള്ളതായാലും, എത്ര തന്നെ കഠിനമായ പാപങ്ങളായാലും കർത്താവെ വെണ്മയാക്കി തീർക്കണമേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ മാറ്റി ദൈവമേ വിടുതൽ നൽകണം. കർത്താവേ യേശുവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവമേ, തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ച ദൈവമേ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ രക്ഷിക്കുവാൻ കടന്നു വരുന്ന ദൈവമേ, ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനയിൽ നിന്നൊരു മോചനം നൽകണമേ. ഞങ്ങളുടെ കടഭാരത്തിൽ നിന്നൊരു മോചനം നൽകണം. കർത്താവേ യേശുവേ, പരിശുദ്ധനായ ദൈവമേ, കടന്നു വരണമേ. അവിടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണങ്ങളെ ഏറ്റെടുക്കണമേ. മുന്നേറുവാൻ കഴിയാതെ പിന്നോട്ട് നയിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നും ഒരു മോചനം നൽകുവാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ചും ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും പേരുപേരായി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഭവനാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. അവിടെ പ്രവർത്തന മേഖലയിൽ കൂടെ ഇരിക്കണമേ. വരുമാനങ്ങളെ വർദ്ധിപ്പിച്ച് നൽകണം. കർത്താവേ, ഇതിനു വേണ്ടി ചെലവിട്ടതൊന്നും വ്യർത്ഥമായി പോകുവാൻ അനുവദിക്കരുതേ. ഇരട്ടിലധികം നന്മകൾ ഉണ്ടാവുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അച്ഛനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം മാനിക്കുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. സുവിശേഷകരെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. സഭയുടെ സംഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിക്കണമേ. തന്റെ പ്രവർത്തന മേഖലയിൽ കൂടെ ഇരിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. സഭാ കമ്മിറ്റികളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളെ അനുഗ്രഹിക്കണമേ. ഗായക സംഘങ്ങൾ എല്ലാവരും ബലപ്പെടുത്തണമേ. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ സ്തോത്രം. കൃപയുടെ കരങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തുക. നന്ദി. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും എന്നും എന്നേക്കിരിക്കുമാറാകട്ടെ. ആമേൻ. വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരമേ, വന്ദനം നിനക്കാമേ. ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. വാങ്ങി കഴിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ്.
മനസ്സുമാ മതരസൽപ്പനങ്ങളല്ല ദൈവമേ അനുദപിച്ചൊഴുകിടും മനസ്സുമാ അപ്പനോട് കെഞ്ചി കേണിടുന്നപ്പോ ആശയോടെ ഒഴുകിടുന്നു യാചന അപ്പനോട് കെഞ്ചി കേണിടുന്നപ്പോ ആശയോടെ ഒഴുകിടുന്നു യാചന കേട്ടിടാതെ പോകരുതേ സീതനായക ആശ്രയങ്ങളിലറിയുന്നേ അവനർത്ഥമായി നല്ല ദൈവമേ ഭാവമോചനം നൽകിയുള്ള യേശുവിൻ പങ്കുവയതാ ഭാവമോചനം നൽകിയുള്ള യേശുവിൻ പങ്കുവയതാ വ്യക്തിമായി എന്നൊരന്തരീ കാഴ്ചവേ ഭക്തിമായി എന്നൊരന്തരീ കാഴ്ചവേ നല്ല ദൈവമേ നല്ല ദൈവമേ അനുദപിച്ചൊഴുകിടും മനസ്സുമാ അപ്പനോട് കെഞ്ചി കേണിടുന്നപ്പോ ആശയോടെ ഒഴുകിടുന്നു യാചന അപ്പനോട് കെഞ്ചി കേണിടുന്നപ്പോ ആശയോടെ ഒഴുകിടുന്നു യാചന കേട്ടിടാതെ പോകരുതേ ജീവനായക ആശ്രയങ്ങളിലറിയുന്നേ മോദമേകുവാൻ അവനർത്ഥമായി മോദമേകുവാൻ അവനർത്ഥമായി നല്ല ദൈവമേ പ്രസാദകാലമിത് രക്ഷയിപ്പിനം ഇന്നു നീ ഏഴെട്ടു രക്ഷ തന്നല്ലോ സുപ്രസാദകാലമിത് രക്ഷയിപ്പിനം ഇന്നു നീ ഏഴെട്ടു രക്ഷ തന്നല്ലോ പാപദോഷമൊക്കെ നീക്കി നിന്റെ മക്കളാ ആയിരത്തെ കാത്തിടേണം പാപദോഷമൊക്കെ നീക്കി നിന്റെ മക്കളാ ആയിരത്തെ കാത്തിടേണം നല്ല ദൈവമേ അനുദപിച്ചൊഴുകിടും മനസ്സുമാ നല്ല ദൈവമേ അനുദപിച്ചൊഴുകിടും മനസ്സുമാ അപ്പനോട് കെഞ്ചി കേണിടുന്നപ്പോ ആശയോടെ ഒഴുകിടുന്നു യാചന അപ്പനോട് കെഞ്ചി കേണിടുന്നപ്പോ ആശയോടെ ഒഴുകിടുന്നു യാചന കേട്ടിടാതെ പോകരുതേ ജീവനായക ആശ്രയങ്ങളിലറിയുന്നേ മോദമേകുവാൻ
അറിയുണ്ടോ